ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അത് പലപ്പോഴും അമിതമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ഹിന്ദു പോലൊരു പത്രം ക്ഷമ പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങളുടെ സർക്കാർ ഉൾക്കൊള്ളാൻ കാരണം എന്തുകൊണ്ടാ? മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു PR ഏജൻസി കൊടുത്ത മിസ്ഗൈഡ് അവർ ചെക്ക് ചെയ്യാതെ കൊടുത്തതിന്റെ ക്ഷമ അവർ പറഞ്ഞപ്പോൾ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ PR ഏജൻസിക്ക് ഡയറക്ടർ കൊടുക്കാൻ പറ്റില്ല. PR ഏജൻസിക്ക് അല്ല ഈ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, അവർക്കാണ് ഹിന്ദുവിന് ഡയറക്ടർ കൊടുത്താൽ അതൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ഈ രാജ്യം പോലൊരു രാജ്യത്ത് അത്യാവശ്യം എന്താണ് റജീൽ ഇപ്പോ സ്ഥാനം? ഇന്ത്യയിൽ നിയമങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് നടത്തുന്നോ? എന്താണ് ഈ പറയുന്നത്? ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കേൾക്കുന്നവർക്ക് അറിയാം. അങ്ങയുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ടാണ് ഇടതുപക്ഷം തകർന്നു പോകുന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഞാൻ അങ്ങയുടെ സ്വാതന്ത്ര്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ഹിന്ദു നിങ്ങൾ ഒന്നുകൂടെ പറയാം, ഈ രാഷ്ട്രത്തിന്റെ ജനാധിപത്യം പുലരണമെന്ന് സാറേ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ്. ഇന്ത്യയിൽ ജനാധിപത്യം വീണ്ടെടുക്കണമെന്നും അത് പുലരണമെന്നും ആഗ്രഹിച്ച അപൂർവം ബി ജെ പിയുടെ നോട്ടുകെട്ടുകളിലും അല്ലെ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങാതെ അപൂർവം ചില ദേശീയ മാധ്യമങ്ങളൊന്നാണ് ഹിന്ദു. ആ ഹിന്ദു ക്ഷമ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു ധാർമ്മികത ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നിരീക്ഷിച്ചാലും അതിന് പ്രശ്നമല്ല. അവിടെ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. ആ രാഷ്ട്രീയം പൊളിറ്റിക്സുകൾ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ NDTVയുടെ അവരുടെ പൊളിറ്റിക്സ് മാറി എന്നതിനെ കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ ഓരോ മാധ്യമങ്ങളുടെയും മാറുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു വാർത്ത തന്നെ ഇപ്പൊ കേരളത്തിലെ മലയാള മാതൃഭൂമിയോ തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഈ വാർത്ത തന്നെ ഇപ്പൊ നമുക്ക് രണ്ടു സാഹചര്യം എടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളിലുള്ള ഈ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇതിപ്പോ ഞങ്ങൾ എടുക്കുന്ന ചർച്ചയാണ്. ഇതിനകത്തേക്ക് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ആരുൾപ്പെടുത്തണം? ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് ഉൾപ്പെടുത്തണം. അങ്ങനെ എഡിറ്റോറിയൽ ബോർഡ് ഉൾപ്പെടുത്തണമെങ്കിൽ അതിനകത്തേക്ക് ആരെങ്കിലും കയറി വരണം, അതിനകത്തേക്ക് കയറി വരണം. അങ്ങനെ കയറി വന്നതില് BJP എല്ലായിടത്തേക്കും കയറി വരുന്ന നിങ്ങൾക്ക് ആക്ഷേപമുണ്ട്. എല്ലാ മേഖലയിലേക്കും RSS അതിന്റെ ശാഖകൾ, അതിന്റെ പ്രവർത്തന മേഖല വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാ കാലത്തും ആക്ഷേപമുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം പോലും ഈ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ലല്ലോ. അല്ല, ഞങ്ങളൊന്നും സംശയം മുന്നോട്ട് വെക്കുന്നത് അതെന്തൊരു ചോദ്യമായത്? BJP RSSനെ ഇതിനകത്ത് ഈ സബ്ജക്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അവർക്ക് എതിരാണ്. അല്ല, എല്ലാ മാധ്യമങ്ങളെയും എല്ലാ സംഭവങ്ങളെയും ഈ പറയുന്ന ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപമുള്ളപ്പോൾ ഹിന്ദുവിലെ ഏതെങ്കിലും ഒരു എഡിറ്ററെ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ ബോർഡിലെ ആരെങ്കിലും സ്വാധീനിച്ചുകൊണ്ടാണോ എന്ന് പോലും ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും മുന്നോട്ട് വെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഹിന്ദു പത്രം പറയുന്ന ഒരു വാദം ഉന്നയിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ ഒരു വാർത്ത കേരളത്തിലെ ഏതെങ്കിലും മാധ്യമമാണ് പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇന്നിപ്പോ ആ മാധ്യമം നിലവിൽ കേരളത്തിൽ വർക്ക് ചെയ്യുമോ? ഇത് കേൾക്കൂ, എന്തോസ് വളരെ തന്ത്രപരമായ ചോദ്യം എന്നോട് ചോദിച്ചതാ. ഹിന്ദു പോലൊരു പത്രം BJPക്ക് വഴങ്ങി, അല്ലെ അവരുടെ കുതന്ത്രത്തിൽ വഴങ്ങിയാണോ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് എന്നെ കൂടെ മറുപടി പറയണം. ഹിന്ദു അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തില് ഹിന്ദു എന്ന് പറഞ്ഞ പത്രത്തെ അറിയാവുന്നവരും ഹിന്ദു ഈ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളെ കുറിച്ച്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്നതിനെ കുറിച്ചോ അറിയാവുന്നവർക്ക് അവർ ക്ഷമ പറഞ്ഞു. അതോടെ ആ പ്രശ്നം തീർന്നു. BJPയുടെ ഒരു പ്രസൻസ് ഇവിടെ നിങ്ങൾ കാണുന്നില്ല. പക്ഷെ പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നുമില്ല. ഗവൺമെന്റ് ആശങ്കപ്പെടുന്നില്ല. അവിടെയാണ് സംശയം. അല്ലെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സംശയത്തോടെ കാണുന്നത്? സംശയത്തോടെ കാണേണ്ടവരെ നിങ്ങൾ അത് കാണുന്നില്ല. ഹിന്ദു എന്ന് പറഞ്ഞ പത്രം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുന്നു, ക്ഷമ പറയുന്നു പറഞ്ഞ് 2 തവണ അത് പ്രസിദ്ധീകരിച്ചു. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കത്തെഴുതിയപ്പോൾ അതിനെ മാനിക്കാതുള്ള ഒരു പത്രസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിന്റെ സർക്കാരും അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ അത് വണ്ടർഫുള്ളാണ്. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. ഓസ്ട്രേലിയ ഉണ്ടായ സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ 2-3 മാസങ്ങൾക്ക് ഓസ്ട്രേലിയയിലെത്തി. ഓസ്ട്രേലിയ സിഡ്നിയിലും ബേറങ്ങാണ്ടൊക്കെ അദ്ദേഹം അവിടുത്തെ ഒരു പൗരപ്രമുഖരെ കാണുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ കാണുന്ന തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ഓസ്ട്രേലിയയിലെ പാർലമെന്റ് മെമ്പർമാരിൽ ഭൂരിപക്ഷവും അതിനെ എതിർത്തു. അവിടെ സിഡ്നിയിലും മെൽബണിലും ഒക്കെ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെതിരെ പരസ്യമായിട്ട് അവിടെ ഇന്ത്യക്കാരും വെളുമ്പരും അവിടെ പ്രകടനം നയിച്ചു. എന്തോ എന്നെക്കാൾ അറിയാമല്ലോ. അതാണ് അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളും ഇതുപോലെയുള്ള സംശയങ്ങളുമായിട്ട് മുന്നിൽ വരുന്നു പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വെറും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ.
ഇവിടെ ഞാൻ കേരളത്തിൽ മുസ്ലിം എനിക്ക് രാഷ്ട്രീയം ഞാൻ ബൈജുവിലേക്ക് പോകട്ടെ. ബൈജു എന്താണ് ഇതിനകത്ത് ഇപ്പൊ കൃത്യമായിട്ട് റിജി ലൂക്കോസ് ഗവൺമെന്റിന്റെ നിലപാടുകളെ ആ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് ഇപ്പൊ ഈ പ്രതിപക്ഷം എന്ന രീതിയിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് ബൈജുവിന്റെ മറ്റു കൂടുതലായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ? റെജി ലൂക്കോസ് പറഞ്ഞത് ഓസ്ട്രേലിയയിലെ സമരത്തെ പറ്റിയാ. CIA നടത്തിയപ്പോ CIAക്കെതിരെ കേംബ്രിഡ്ജിൽ റാലി നടത്തി വെള്ളക്കാരും കാമ്പരും ഏഷ്യക്കാരും ഒക്കെ കൂട്ടി റാലി നയിച്ച ആളാ, ഓർഗനൈസ് ചെയ്ത് നയിച്ച ആളാ ഞാൻ. പിന്നെ എന്റെ രാഷ്ട്രീയത്തെ പറ്റി താങ്കൾ പറഞ്ഞു. തീർച്ചയാണ് ശ്രീ റെജി, എനിക്ക് രാഷ്ട്രീയമുണ്ട്. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അത് നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. നിങ്ങളും നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്റെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞിട്ട് ബാക്കി പറയണം. എന്റെ രാഷ്ട്രീയത്തെ പറഞ്ഞിട്ട് ബാക്കി പറയണം. ഇടതുപക്ഷം തകരുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷം നിങ്ങളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ ഇടതുപക്ഷം അന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തി പറഞ്ഞത് അത് അൺഇൻറ്റൻഷനലി പറഞ്ഞു പോയിരിക്കുന്നതാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് നിങ്ങളല്ല. ഇടതുപക്ഷം തകരും എന്നുള്ള എനിക്കൊരു പേടിയില്ല ഇന്ത്യയിൽ. കാരണം ഇടതുപക്ഷം നിങ്ങളല്ല. ഇനി നിങ്ങളല്ല, നിങ്ങളാണ് ഇപ്പൊ ഒരു മിനിറ്റ്. നിങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പം ഉടനെ നരേന്ദ്രമോദിക്കെതിരെ കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ എനിക്കറിയാവുന്ന ഒത്തിരി BB മെമ്പേഴ്സ് വെസ്റ്റ് ബംഗാളിലുണ്ട്, ആയിരുന്നവരുണ്ട്, ഇപ്പോൾ ഉള്ളവരുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ ത്രിപുരയിലുണ്ട്. എന്റെ കൂടെ പഠിച്ചവരുടെ പല പേരൻസും ഒക്കെ അവിടെയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി താങ്കൾ റെജി ലൂക്കോസ് പറഞ്ഞതിനോട് എന്റെ ഏറ്റവും വലിയ കണ്ടൻഷൻ എന്താണെന്നറിയോ? ഞാൻ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് പറ്റില്ല ശ്രീ റെജി ലൂക്കോസെ. ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന നിയമം, ആ നിയമം ഫോളോ ചെയ്തേ ഒരു സ്റ്റേറ്റിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യം ചെയ്യുകയും മാപ്പ് കൊടുക്കുകയാണ്. ഈ മാപ്പ് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ മതി. ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ നോഷനാണ് നമുക്ക് മാപ്പ് കൊടുത്തേക്കാം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക. അതായത് സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന് പറയുന്നത്, ഇടത് ചിന്ത എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഈക്വാലിറ്റിയിൽ ഞാൻ കുറ്റം ചെയ്താലും, റെജി ലൂക്കോസ് കുറ്റം ചെയ്താലും, എൽദോസ് കുറ്റം ചെയ്താലും they will be brought to justice. അതാണ് ഈക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. അത് അപ്ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സോഷ്യലിസവും ഇടതും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. താങ്കൾ ഈ പറയുന്ന ഞങ്ങൾ വിട്ടിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുന്നിടത്ത് കമ്മ്യൂണിസം ഇല്ല, സോഷ്യലിസം ഇല്ല, മാർക്സിസം ഇല്ല. അവിടെ ഫ്യൂഡലിസം ആണ്. നമുക്ക് തീർച്ചയായിട്ടും വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ഈ പറയുന്ന നിയമപരമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രതിപക്ഷം പ്രസ്താവനകൾ ചെയ്യുന്നത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ ബൈജുവിനോട് ചോദിച്ചത്, ഈ പ്രതിപക്ഷം ഇപ്പൊ ഈ വിഷയത്തിനകത്ത് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കേസുകൾ എടുക്കാവുന്ന കേസുകളാണ്, അല്ലെങ്കിൽ പോലീസ് കേസെടുക്കുക, സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യില്ലായിരിക്കും. ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ എത്രയോ കേസുകൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ഒന്നും എടുത്തിട്ടില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ വന്നു, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ? അതവിടെ നിൽക്കും. അങ്ങനെ കാര്യങ്ങൾ ഗവൺമെന്റ് അങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു കാര്യത്തിനെ സമീപിക്കാലോ? അങ്ങനെ സമീപിച്ചിട്ടില്ല പ്രതിപക്ഷം. എന്റെ സുഹൃത്തെ, ഞാൻ പ്രതിപക്ഷത്തിന്റെ വ്യക്താവല്ലോ. ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വ്യക്താവായിട്ടല്ല ചോദിക്കുന്നത്. ആരും ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫയൽ ചെയ്തേനെ കേസ്. ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഞാൻ തന്നെ കേസ് ചെയ്തേനെ. അത്രയ്ക്ക് ഹ്യൂമിലിയേറ്റിംഗ് ആണ് ഈ വാർത്ത. ഞാൻ ഒരു കാരണവശാലും സ്റ്റേറ്റിന്റെ ഗവൺമെന്റിനെ അല്ല കുറ്റം പറയുന്നത്, പിണറായി വിജയൻ അല്ല കുറ്റം പറയുന്നത്. ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തതിനാണ്. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഒരു 2 ആഴ്ചയോളം ഞങ്ങളെ പോലുള്ള ആളുകൾ, എനിക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു പുറത്തിറങ്ങണ്ട. അതേ രീതിയിൽ ഹേറ്റ്രഡ് തുടങ്ങുകയും ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തുടങ്ങി ഞങ്ങളെ പോലുള്ള ആളുകൾ പേടിച്ച് പരക്കാതിരിക്കുകയും, ഞാൻ പരക്കാതിരുന്നില്ല കേട്ടോ, അതായത് നമ്മളിലേക്ക് മൊത്തം ഭീകര അന്തരീക്ഷം പെനട്രേറ്റ് ചെയ്ത ആ സിറ്റുവേഷനിൽ ഇവിടുത്തെ സ്റ്റേറ്റ് കൃത്യമായ നിയമ നടപടികൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്തേനെ? ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ എങ്ങനെ കൊണ്ടുവന്നേ പിണറായി വിജയൻ ഈ രാജ്യത്ത്? ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവരുടെ മുമ്പിൽ പെട്ടുപോയിരുന്നെങ്കിൽ ഫാർ റൈറ്റ്സിനുള്ള എല്ലാ വഴിയും വെട്ടിക്കൊടുത്തേച്ച് അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാതിരിക്കുമ്പോൾ അത് നമ്മളെ പോലുള്ള ആൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക കഷ്ടം എന്നല്ല. എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ആശാൻ
ക്ഷമിച്ചിരിക്കുന്നു. സോറി, ആശാന് ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഇല്ല. നിങ്ങൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് മാറ്റി, എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. ഇത്രയും ഗുരുതരമായ പ്രശ്നത്തിൽ നിങ്ങൾ നിയമ നടപടി എടുക്കാതെ, ഇത് ക്രിമിനൽ ബ്രീച്ചാണ് ഭായി, ഇത് ക്രിമിനൽ അലിഗേഷൻ ആണ്. അതിന് സ്റ്റേറ്റിന് മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ, പോലീസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഹിന്ദു അല്ല അല്ല ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിനകത്ത് പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വിമർശിക്കുന്നവരുടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തില് ഒരു അമർഷമുള്ളവർക്കൊന്നും ഈ പറയുന്ന രീതിയിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ മുന്നിലുണ്ട്. ബൈജു, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് ലീഗാലിറ്റിയാണ് ഞാൻ ചർച്ച ചെയ്തത്. എന്നിൽ രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് കടന്നു വന്നത്. അല്ല, ഞാൻ അത് പറയാൻ ആഗ്രഹിച്ച ആളുമല്ല. ഞാൻ അടുത്ത രാഷ്ട്രീയം അതിപ്പം നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ലേബർ പാർട്ടിയുടെ കൗൺസിൽ മേയറാന്ന് ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്ത് ഞാൻ മേയറായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആസാൻ ഇമിഗ്രന്റ് എന്നുള്ളതിലാണ് ഞാൻ ഇവിടെ പങ്കെടുക്കുന്നത്. എന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ ആസാൻ ഇമിഗ്രന്റ് എന്നുള്ളതിൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമിഗ്രന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, എന്റെ സമൂഹത്തിനെതിരെ നടക്കുന്ന വിവേചനത്തിനെതിരെ, കമ്മ്യൂണൽ പോളറൈസേഷനെതിരെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ, എന്റെ നാട്ടില്, ഞാൻ പറഞ്ഞ നാട്ടില് എന്റെ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് ഇതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആശാന് ശിഷ്യരുടെ ഇരുന്ന് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണോ? ഐ വുഡന്റ് ബൈറ്റ്. അതാണ് ഇടത് രാഷ്ട്രീയം. അത് നിങ്ങൾ ഈ പറഞ്ഞ ഇടത് രാഷ്ട്രീയമല്ല. ഇതിനെതിരെ നിയമ നടപടി മറ്റാളുകൾ എടുക്കുന്നുണ്ടോ, കേസ് വരുമോ ഇല്ല എനിക്കറിയില്ല. വരെ കൊടുത്തിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല, കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിനെതിരെ കേസിന് പോയേ. കാരണം ഇത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ, റെജി ലൂക്കോസ് താങ്കൾക്ക് അറിയാലോ ഇവിടുത്തെ പൊളിറ്റിക്കൽ പോളറൈസേഷനെ പറ്റി, റൈറ്റ് വിങ് അപ്രൈസിനെ പറ്റി താങ്കൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ഇവിടെയുള്ള റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് മൂവ്മെന്റിനെ പറ്റി താങ്കൾക്ക് അറിയാലോ. ഈ ഇമിഗ്രൻസിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി താങ്കൾക്ക് അറിയാലോ. താങ്കൾ US ജീവിച്ച ആളല്ലേ. ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ നിന്ന് ഇതിനെ നോക്കി കാണുമ്പോൾ ഇത് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ശ്രീ റെജി ലൂക്കോസ്. ഇതിനെതിരെ ആക്ഷൻ എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, IPC മാറ്റി, ഇപ്പൊ പുതിയ നിയമം മാറ്റി നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ എടുക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപമാണിത്. ഈ റൈറ്റ്സ് ആക്ടിവിറ്റി ഇവിടെ ഉണ്ടായപ്പോ പോലീസ് പോയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ബഹുമാനപ്പെട്ട മേയറുടെ രോഷമൊക്കെ ഞാൻ കണ്ടു, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ ആളാണ് ഇപ്പോഴും 3-ാം വട്ടം ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹം പരാജയപ്പെടുന്ന ബോധ്യമായപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യൻ ഗ്രാമം, പിന്നെ രാജസ്ഥാൻ പോലുള്ള സ്ഥലത്ത് അദ്ദേഹം പൊതുബോധി പ്രസംഗിച്ചപ്പോൾ ഇടയ്ക്ക് ഇടപെടരുത്. അദ്ദേഹം ഹിന്ദു സഹോദരിമാരെ നിങ്ങൾ പ്രതിപക്ഷത്തിൽ വോട്ട് ചെയ്താൽ, നിങ്ങൾ അവരെ കാര്യം ജയിച്ചു വന്നാൽ നിങ്ങളുടെ താലിമാല പൊട്ടിച്ചെടുത്ത് മുസ്ലിം സ്ത്രീകൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്. താങ്കൾ അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് കേട്ടു. പ്ലീസ്, അതല്ല അങ്ങ് ഇത്ര നേരം സംസാരിക്കാൻ വേണ്ടിയില്ല. കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കൂ. ഇവിടെ ഒരാളും, ഇവിടെ ആർക്കും എതിരെ, അദ്ദേഹത്തിനെതിരെ ഒരാളും ഒരു കേസ് കൊടുത്തിട്ടില്ല. ധൈര്യമില്ലായിരുന്നു. കാരണം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ രീതിയിലുള്ള ജനാധിപത്യ ഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാധ്യമം ഒന്നും പറഞ്ഞിട്ടില്ല. അതറിയാമല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചേണ്ട അറിയില്ല. അങ്ങനെ നിരന്തരമായിട്ട് തന്നെ അദ്ദേഹം ഏതെല്ലാം രീതിയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം പ്രകടിപ്പിച്ചത്. 1 വർഷവും 6 മാസമായിട്ട് മണിപ്പൂരിൽ കുക്കി എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് വേട്ടയാടി അവരുടെ മുഴുവൻ ആരാധനകൾ കത്തിച്ചു കളഞ്ഞ് ഇപ്പോഴും വെടിവെച്ചിട്ട് നടക്കുന്ന ആ രാജ്യത്ത്, ആ സ്റ്റേറ്റിൽ ഒന്ന് യാത്ര ചെയ്യാനോ അവർക്കെതിരെ ആ കലാപകാരികൾക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാകാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാ തുറന്നിട്ടില്ല. ആകെ 48 സെക്കൻഡാണ് ഭാഗത്തുള്ള വേണ്ടിയെ. നിങ്ങൾക്ക് ആർക്ക് പ്രശ്നമില്ല. അദ്ദേഹം ഉയർത്തിയ ഒരു വിഷയം, അദ്ദേഹം എവിടെയായിരുന്നു കേസ് കൊടുക്കുന്നത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ, ഞാൻ കുറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒത്തിരിയൊന്നുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വസ്തുതകൾ പറയാം. അത് ഒരു അങ്ങ് ഈ കേൾക്കുന്നവരും ശ്രദ്ധിക്കണം. അങ്ങ് പറഞ്ഞത് ഞാൻ എവിടെയായിരുന്നു കേസ് കൊടുക്കുന്നത്. അവിടെ ക്യാമ്പയിൻ നടന്നു UK-യിൽ. ഇന്ത്യക്കാർക്ക് പുറത്തിറക്കാൻ വരായിരുന്നു. മലയാളി സമൂഹത്തിൽ നിന്നൊക്കെ മിക്കവാറും എല്ലാ ദിവസവും നമ്മളുമായിട്ട് അവർ വാട്സാപ്പിലൂടെയൊക്കെ ആ സന്ദേശങ്ങൾ തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവൻ വ്യാപകമായിട്ടാ. അവിടെ വലിയ രീതിയിലൊരു ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ നടന്നു. അവിടെ നടന്നപ്പോൾ അവരോട് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അതിന് കാരണക്കാരാരാ? ഏഷ്യയിൽ നിന്നും ഈ രാജ്യത്തു നിന്ന് അവിടെ പോയി അവര് മനസ്സമാധാനത്തോടുകൂടി സൈലന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം അവിടെ പോയി കൊട്ടും പാട്ടും നടത്തി തെരുവിലൂടെ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ പോലും പലതവണ കുപ്പി എറിഞ്ഞിട്ടുണ്ട്. മലയാളികളിൽ 99% ആ രാജ്യത്തോട് ഇറങ്ങി, പ്രത്യേകിച്ച് പുതിയ തലമുറ മാന്യമായ ആ വെസ്റ്റേൺ കൾച്ചറോട് ജീവിക്കുമ്പോൾ
ഇത്തരം കുറെ ആളുകൾ ഇതുപോലെ നടത്തി. അതുപോലെ ഉത്തരേന്ത്യക്കാരും അതിൽ വെറുപ്പോടു കൂടിയാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ആന്റി ഏഷ്യൻ ഓർ ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ ഉണ്ടായത്. പിന്നെ മറ്റു ചില കമ്മ്യൂണൽ ആസ്പെക്ട് ഞാൻ മറക്കുന്നില്ല. താങ്കൾ അതിനെതിരെ ഇവർ ഈ കാണിക്കുന്ന ഈ രാജ്യത്തിനോട് കാണിക്കുന്ന തെറ്റാണെന്നും ഈ രാജ്യത്തെ സമൂഹം നിശബ്ദമായിട്ട് ജീവിക്കുന്ന വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഇതാണെന്നും നമ്മൾ ഇത്തരം പ്രവർത്തികൾ ഈ തെരുവിൽ കാണിക്കരുതെന്നും പറഞ്ഞ് താങ്കൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കൾ കൈകടിച്ചാക്കിയിരിക്കും. താങ്കൾ കൊടുക്കില്ല. കാരണം എന്താ? ആ കാരണം അല്ല, ചോദ്യം ആൻസർ നിങ്ങൾ തന്നെ പറയാതെ. ചോദ്യം ഞാൻ മൂന്നിരിക്കണ്ടത് കംപ്ലീറ്റ് മൈ വേർഡ്സ്. നിങ്ങൾ ചെയ്യുന്നില്ല. എന്താ കാരണം? നിങ്ങൾ അവിടെ കേരളത്തിലെ സർക്കാരിന് ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തുരുത്തായ കേരളത്തിലെ സർക്കാരിന് എല്ലാ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യമുള്ള സർക്കാരിനെ നിങ്ങൾ ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നതാണ് തെറ്റ്. നാളുകളിലായാലും ഐ റിക്വസ്റ്റ് യു വിത്ത് ഡ്യൂ റെസ്പെക്ട് താങ്കളുടെ സ്പീച്ചിൽ നമ്മുടെ സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കരുത്. ഇവിടെ നിങ്ങൾ വന്നാലും ഏത് NRI വന്നാലും ഇവിടെ NRIസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 8 വർഷത്തിനുള്ള ഇടതു സർക്കാരേ ഉള്ളൂ. ഞങ്ങൾക്ക് വളരെ വ്യക്തമറിയാം. നിങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിച്ച ഏക ഗവൺമെന്റ് ഈ ഗവൺമെന്റാ. നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് സ്വീകരിച്ച ഈ ഗവൺമെന്റാ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വേദികളിൽ പോയി ഈ ഗവൺമെന്റ് XY അത് ഇടതുപക്ഷം വലതുപക്ഷമായിട്ട് നാളെ ഇനി കോൺഗ്രസ് വരിച്ചാൽ പോലും കേരളത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നം വരരുത്. തെറ്റുകളെ വിമർശിക്കാം. അക്സെപ്റ്റ് ഇറ്റ്. അക്കാര്യം ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും അല്ല ഇപ്പൊ നമ്മൾ വിദേശത്തെ പല വേദികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എന്റെ നാടിനെ കുറ്റപ്പെടുത്തി അത് ഇങ്ങനെയാണ്, ആ പക്ഷം ഇങ്ങനെയാണ്, ഈ പക്ഷം ഇങ്ങനെയാണ്. ഇവിടെ ഭരിക്കുമ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. പലയിടത്തും പോയി. ഞങ്ങളാരും പറയത്തില്ല. നിങ്ങളെ പോലുള്ള മലയാളികൾ ഇതുപോലത്തെ ഒരു മനോഹര രാജ്യത്തിൽ എത്തിപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയാണ്, അത് കേസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് അവസാന വർഷം പറയാനുള്ളത്. അതിന് മറുപടി പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം, സ്പീച്ച് എങ്ങനെ ചെയ്യണം, എന്ത് സംസാരിക്കണം എന്നുള്ള കേസ് ഞാൻ ഇപ്പൊ നടക്കാൻ ലെക്ചർ കൊടുക്കുന്നില്ല. 2, കേരളത്തെ പറ്റി ഒന്നും ഇകഴ്ത്തി പറയരുത്. കേരളത്തെ പറ്റി ഇകഴ്ത്തി അല്ല സുഹൃത്തെ പറയുന്നത്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണൽ പോളറൈസേഷനിൽ വന്നിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഇൻസിഡന്റ് ഞങ്ങൾ മാപ്പാക്കി വിട്ടു എന്ന് പറയുന്നതിന്റെ അകത്തെ ക്രിമിനാലിറ്റിയാണ് ഞാൻ പറയുന്നത്. അവസാനിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിനകത്ത് വളരെ ചെറിയൊരു വിഷയം, അതായത് പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഒരു ആന്റി ഇന്ത്യൻ മലയാളികളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഒരു പോളറൈസേഷൻ ഇല്ല. നിങ്ങളെ പോലുള്ള അല്ല ബൈജു അവസാനിപ്പിച്ചാൽ മതി. വായിച്ചു കേൾപ്പിക്കണമെന്നില്ല. ഉണ്ടായിരിക്കലായിരുന്നോ? 2ാമത് താങ്കൾ പറഞ്ഞത് ഇവിടെ ഒരു ആന്റി ഇന്ത്യൻ റൈറ്റ് ഇവിടെ ഉണ്ടായില്ല. എന്റെ അറിവിലില്ല. ഇങ്ങനത്തെ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇവിടെ. അത് യു ക്യാൻ ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. അത് ആന്റി ഏഷ്യൻ അല്ല, താങ്കൾ വല്ലപ്പോഴും താങ്കൾ ഈ ചുമ്മാ ഇരുന്ന് പറയുമ്പോഴല്ലോ ഞങ്ങളും കാണുന്നുണ്ട്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജാ, ഒരു ഗ്ലോബൽ വില്ലേജാ. UK അങ്ങനെ കണ്ടില്ലെങ്കിൽ താങ്കൾ പറയില്ല. എന്റെ റിക്വസ്റ്റത്തിനോട് ഞാൻ നിങ്ങളെ ഇടപെടുന്നല്ല, പൊതുവെ ചർച്ചയിൽ ഇടപെടാറില്ല. താങ്കൾ ബഹുമാനപ്പെട്ട അങ്ങ് ഒരു മേയറാണ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. നിങ്ങൾ ആ നാട്ടിൽ ചില മലയാളികളുടെ അടുത്ത് പറയുന്നത് അവിടുത്തെ യൂത്ത് അവരൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ യൂത്ത് ആ കൾച്ചറുമായിട്ട് ജീവിക്കുന്നവരാ. അവരെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് പോളറൈസേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഈ മനോഹര തുരുത്തിനെ അധിക്ഷേപിക്കരുത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് റിക്വസ്റ്റ്. ഐ ജസ്റ്റ് ഫിനിഷ് മൈ വേഴ്സ്. യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, താങ്കൾ ഇപ്പൊ പറഞ്ഞത് പ്രോപ്പഗാണ്ടയാണ്. ഇല്ലാത്തതുണ്ടെന്ന് പറയണം. അതെനിക്ക് നൽകാൻ സൗകര്യമില്ല. അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നത്. താങ്കൾ ഇപ്പൊ ചോദിച്ചില്ലേ മണിപ്പൂരിനെതിരെ എന്ത് ചെയ്തു? അല്ലല്ല, ഞാൻ ചർച്ച ക്യാമ്പയിൻ നടത്തുന്നതിനെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്ന എനിക്ക് സന്തോഷം. നമുക്ക് ഇനി ഇരിക്കാം. ചെറിയൊരു കാര്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടൊരു വിഷയമായിരുന്നു ചർച്ച. താങ്കൾ ഇവിടെ ഇരുന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രോപ്പഗേറ്റ് ചെയ്യാണ്. നിയമം അവിടെ ഉണ്ട്. നിയമം ഞങ്ങൾ വേണമെന്ന് വെച്ചു. അല്ല, പറഞ്ഞിട്ടില്ല ഈ നാടിനെതിരെ.
ഞാൻ അല്ല, പറയുന്നില്ല. ഞാനിത് അവസാനിപ്പിക്കാം. നമുക്കിത് ആര് പറഞ്ഞു നാടിനെതിരെ? തുടർ ചർച്ചകളിൽ വേറെ ആര് പറഞ്ഞു ഞാൻ നാടിനെതിരെ? അമേരിക്കൻ മാധ്യമങ്ങളിൽ 20 വർഷമായിട്ട് എഴുതുന്നതാണ്. ഇന്നും എന്റെ നാടിനെ പറ്റി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഐ എം മലയാളി, ഐ പ്രൗഡ് ഓഫ് മൈ ഐഡന്റിറ്റി. ഐ എം ഇന്ത്യൻ, ഐ പ്രൗഡ് ഓഫ് മൈ ഐഡന്റിറ്റി. നിങ്ങൾ പറയാൻ സമ്മതിക്കില്ലല്ലോ. നിങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുക. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിഷയത്തെ ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് എന്റെ പൊളിറ്റിക്സ്. എന്റെ നാടിനെ ഞാൻ ചെറുതാക്കി എന്ന് പറഞ്ഞത് താങ്കളുടെ പ്രോപ്പഗാണ്ടയാണ്. താങ്കൾ ആളുകളെ അറ്റാക്ക് ചെയ്തത്. വിജയൻ മാഷ് പറഞ്ഞില്ലേ പണ്ട്, ഈ ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലാതാക്കാം, പക്ഷെ ചോദ്യം അവിടെ നിൽക്കും. എന്റെ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ ഹീനമായ തീർച്ചയായും ഞാൻ അവസാനിപ്പിക്കുക ബൈജു, നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുക. കാരണം എനിക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തായാലും സർക്കാരിനെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാരിന്റെ വാദങ്ങളെ ഈ ഒരു വിഷയത്തിനകത്ത് ഹിന്ദു എടുത്ത നിലപാടിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈ ഒഴിയുമ്പോഴും പക്ഷെ ഇതിന് മറുവാദം ചിന്തിക്കുന്നവർക്കും അതിനെ എതിർക്കാനുള്ള ഒത്തിരി പോയിന്റുകൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഹിന്ദു പോലെയൊരു പത്രത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള PR ഏജൻസി കടന്നു വന്ന് ഇത്തരത്തിലൊരു വാദത്തെ ഈ പറയുന്ന പോലെ ഒരു ജില്ലയെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യം എഴുതി ചേർക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമല്ല. അതിനൊരു പക്ഷേ ഗവൺമെന്റ് കൂടി പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അതിനെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തത് ശ്രീ റെജി ലൂക്കോസ് ആണ്. മറ്റൊരു അതിഥിയായിട്ട് എത്തിയത് അഡ്വക്കേറ്റ് ബൈജു തിരലയാണ്. ഞാൻ ഇരുവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ചയോട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.